ഹായ് ഫ്രണ്ട്സ്, നമുക്കൊരാളെ പറ്റി സംസാരിക്കാം. അത് ആരിലേക്ക് എത്തുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. ആദ്യമേ തന്നെ നമുക്ക് ഒരു വീഡിയോ പ്ലേ ചെയ്യാം. ഓക്കെ. I'm going to say that the boys should go. Whole life should. എന്താ എക്സ്പ്രഷൻ? I am not. I am also. The whole life, even if you just like a lot of അതുക്കും മേലെ കിട്ടണം എന്ന് പറഞ്ഞപ്പോ എനിക്ക് ശരിക്ക് പറഞ്ഞാൽ പെട്ടെന്ന് ഓർമ്മ വന്ന ഒരു സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരും എന്നെ നെഗറ്റീവായിട്ടൊന്നും വിചാരിക്കരുത്. ഐ എന്ന് പറയുന്ന സിനിമയില് ഒരു വില്ലത്തിയുണ്ട്, അതായത് ട്രാൻസ്ലെന്നുള്ള വിക്രമിനെ മേക്കപ്പ് ഇട്ട് കൊടുക്കുന്ന ആള്. ആ ഒരു വില്ലത്തെയൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സെയിം ഫീൽഡ്, മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. അപ്പൊ പെട്ടെന്ന് എനിക്ക് അതാണ് ഓർമ്മ വന്നത്. ആ ഒരു നെഗറ്റീവ് ക്യാരക്ടർ അതുക്കും മേലെ കിട്ടണം എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് അതാണ് തോന്നിയത്. ഇതിൽ തീർന്നോ? ഇല്ല. എപ്പോഴും ക്ലാസിന്റെ സംസാരമാണ്. ഇവര് ഹൈ ക്ലാസ്സും ബാക്കിയുള്ളവരൊക്കെ ലോ ക്ലാസ്സും. ഇവര് ഇൻഡസ്ട്രിയിൽ ഭയങ്കര കോണ്ടാക്റ്റും ഭയങ്കര ഇൻഫ്ലുവൻസ് ഉള്ള ആളാണ് എന്നുള്ള രീതിയിൽ അർജുനെയൊക്കെ മോഡലിങ്ങിലേക്ക് കൊണ്ടുവന്ന വ്യക്തിയാണ് എന്നൊക്കെയാണ് പറയുന്നത്. കൊണ്ടുവന്ന ആളാണ്. അർജുനൊക്കെ വെറും ചെറിയൊരു ആളാണ് ഇവൾക്ക് മുന്നിൽ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതിന് ഒരു പോസ്റ്റ്, ഇന്നൊരു ഫാഷൻ ഷോ നടന്നിട്ടുണ്ടായിരുന്നു. ഒരു സ്റ്റോറി ഞാൻ കാണാനിടയുണ്ടായി. ഇന്നത്തെ ഫാഷൻ ഷോവിനെ പറ്റിയുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ബിഗ് ബോസ് ഇത്തിരി സാഡിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ ജാൻമണിയെ പൊക്കിക്കൊണ്ടാണ് ആ ഒരു പോസ്റ്റ് ഉള്ളത്. ഓക്കെ, പോസ്റ്റ് അല്ല, ഒരു സ്റ്റോറി, ഫാഷൻ ഷോ ഹെഡിങ്. ഓക്കെ, ഞാൻ എന്തായാലും ഇത് കാണിക്കാം, സ്ക്രീനിൽ തന്നെ കാണിക്കാം. കാണുമ്പോൾ വളരെ വലിയ കാര്യമൊന്നും കാണില്ല, പക്ഷേ ബിഗ് ബോസ് അങ്ങനെ തോന്നിപ്പിക്കുമെങ്കിലും ചിലരുടെ കുരു പൊട്ടിക്കാൻ ബിഗ് ബോസ് ഇടുന്ന ടാസ്ക് ആണ് ഇതൊക്കെ. ജാൻമണി 2 ദിവസം മുന്നേ പറഞ്ഞൊരു ഡയലോഗ് ഇതിൽ എഴുതിയിട്ടുണ്ട്. എൻ്റെ ഷോവിൽ നടന്ന വെറും ഒരു മോഡലാണ് അർജുൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇന്ന് അതേ അർജുനെ ജഡ്ജാക്കി ജാൻമണിയെ ഒരു മോഡലാക്കി നടത്തിക്കുന്നു ബിഗ് ബോസ്. നിരുപദ്രവം എന്ന് തോന്നുന്ന പലതും ബിഗ് ബോസ് കണക്കുകൂട്ടി ചെയ്യുന്നതാണ്. ആയിക്കോട്ടെ, അവിടെ എല്ലാ കണ്ടസ്റ്റന്റും സെയിം ആണ്. ഇതൊക്കെ ഈഗോ അടിക്കാൻ എന്ത് തേങ്ങയാണുള്ളത്? ഇവള് വലിയ ഹൈ ക്ലാസ് ആണെങ്കിൽ ഹൈ ക്ലാസ് ഫ്ലൈറ്റിൽ തന്നെ പോകണം, ബിഗ് ബോസിക്ക് വരാൻ പറ്റില്ല. ഇമ്മാതിരി ചെറ്റ വർത്താനം പറയണവര് ബിഗ് ബോസിക്ക് വരേണ്ട ആൾക്കാരല്ല. അവിടെയുള്ള എല്ലാവരും എനിക്ക് തുല്യരായിട്ട് തന്നെ ഉള്ള ഒരാളാണ്. ഒരു എതിരാളിയായിട്ട് കണ്ടില്ലെങ്കിൽ കൂടി അങ്ങനെ ഇപ്പോൾ ഒരു സ്ട്രോങ് പ്ലെയർ ആയിട്ട് ആരും കൺസിഡർ ചെയ്യണ്ട, പക്ഷെ ഒരു കോ കണ്ടസ്റ്റന്റ് ആയിട്ട് കൺസിഡർ ചെയ്തേ പറ്റൂ. ഇവര് ഹൈ ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ ഹൈ ക്ലാസ്സിൽ പോകണം. മിഡിൽ ക്ലാസിന്റെയും ലോ ക്ലാസിന്റെയും കൂടെ ഇരിക്കേണ്ട കാര്യമില്ല ഇവർക്ക്. എന്നിട്ട് വലിയ ന്യായീകരണം, ഞാൻ ഹൈ ക്ലാസ് പോയതുകൊണ്ട് ഞാൻ ഹൈ ക്ലാസ് എന്നാ പറഞ്ഞ്, വേറെ ആരെയും താത്തിക്കെട്ടാൻ വേണ്ടി ഞാനൊന്നും പറഞ്ഞില്ല. ഇത് പറയുന്നതുകൊണ്ട് വേറെ ആർക്ക് എന്താ കുഴപ്പം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നത്, അതൊക്കെ കേട്ടുകൊണ്ടിരിക്കാൻ വേറെ കുറെ പാഴ്ചമ്മങ്ങൾ. ഇപ്പൊ ഇതിലിപ്പോ അൻസിബ ജാൻ 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 എന്ന് പറയുന്നു. ഇതൊന്നും തെറ്റായിട്ട് അൻസിബയ്ക്ക് തോന്നുന്നില്ല. അൻസിബയുടെ ഇരട്ടത്താപ്പാണ് അവിടെ കാണുന്നത്. ഇതൊന്നും തെറ്റായിട്ട് തോന്നുന്നില്ല. എന്താ പേടിയാണോ? അപ്പോൾ ഈ ട്രാൻസ് കമ്മ്യൂണിറ്റിയിലുള്ളവർ പ്രാഗിക്കഴിഞ്ഞാൽ അങ്ങോട്ട് നശിച്ചു പോകുന്നുള്ളൊരു ചിന്തയാണ്. ഈ പ്രാകുന്ന ആളുകൾ ഏത് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരായാലും, ആണായാലും പെണ്ണായാലും, ഇപ്പം ട്രാൻസ് ആയിട്ടുള്ള ട്രാൻസ് വുമണോ ട്രാൻസ് മെന്നോ ആരോ ആയിക്കോട്ടെ, പ്രാകുമ്പോൾ അതിൽ വല്ല കഴമ്പും വേണം. കർമ്മ എന്നൊരു സാധനത്തിൽ വിശ്വസിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. പ്രാകുമ്പോൾ ഒരു കാര്യമാണ്. ഇതൊരു ഗെയിമിൽ പോയി ഒരാളോട് ഗ്രഡ്ജ് തോന്നിയിട്ട് പറയുന്നത്, ആക്സിഡൻ്റ് ആയി 2 കൈയും 2 കാലും പോകണം, അതുപോലെ തൊണ്ട പോകണം, സൗണ്ട് പോകണം, ഓൾ ലൈഫ് സഫർ ചെയ്യണം എന്ന്. ഇവളെ ഹേർട്ട് ചെയ്തതിന്. ഇവളെന്താ ഹേർട്ട് ചെയ്തവള്?
ഇവള് എന്ത് ഹേർട്ടാ ചെയ്തത് ഇത്ര വലിയ ഹേർട്ടാവാൻ? മനസ്സിലാവുന്നില്ല. അടുത്തൊരു സാധനം ഞാൻ പ്ലേ ചെയ്യുവാണ്. I didn't use that third class people. You said it and കേട്ട ആൾക്കാർ ഇവിടെ ഇരിക്കുന്നു. Clearly mentioned about the drama. ഡ്രാമ എന്ന് പറയുന്നത് നോറയുടെ കേസിലാണ്. അത് കഴിഞ്ഞ് ഇവിടെ ഉള്ളവരൊക്കെ തേർഡ് ക്ലാസ് പീപ്പിൾ ആണെന്ന് പുള്ളിക്കാരി എടുത്തു പറയുന്നു. I am Janmani Das. ഞാൻ ബിസിനസ് ക്ലാസ്സിലെ ഫ്ലൈറ്റ് ചെയ്യുന്ന ഒരു ആളാണ് 2006 മോഡലിൽ. ഞാനൊരു തട്ടിമുട്ടി റോഡിലെ ഇരിക്കുന്ന ആളല്ല. ഒരു ചർച്ച നടക്കുമ്പോൾ എല്ലാവരും ലിവിംഗ് റൂമിലിരിക്കും. മാസമായിട്ട് എണീറ്റ് പോകുന്നതാ. ഒരു ചർച്ച നടക്കുമ്പോൾ എല്ലാവരും ലിവിങ് റൂമിൽ തന്നെ ഇരിക്കണം. ഇതാണ് അവസ്ഥ. അപ്പൊ ആലോചിച്ച് നോക്കുക, ഒരു ഹൈ ക്ലാസ് അതുപോലെ ബിസിനസ് ക്ലാസ് എന്നൊക്കെ പറഞ്ഞ് ഈ ചെറ്റ വർത്താനം പറയാൻ വേണ്ടി ബിഗ് ബോസിക്കൊന്നും ആരും പോകരുത്. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, കമ്മ്യൂണിറ്റി പറഞ്ഞ ആദ്യത്തെ ഒരു 1-2 ആഴ്ച പീത്തനുണ്ടായിരുന്നു. ആ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി എന്ത് മെസ്സേജാണ് ഇവർ കൊടുക്കുന്നത്? രതീഷ് എവിക്റ്റ് ആവുന്നതിന് മുന്നേ സുരേഷ് ആയിട്ടുള്ള മറ്റേ ഇഷ്യൂ, അൻസിബ തിരി കൊളുത്തിയ അൻസിബയാണ് രതീഷിനെയും പറഞ്ഞയച്ചത്. രതീഷ് ഉണ്ടായിരുന്നെങ്കിൽ നല്ല രീതിക്ക് ഒരു എതിരാളിയായിട്ട് ജാൻമണിക്കെതിരെ രതീഷ് നിൽക്കുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ പുള്ളിയെ പോലെയുള്ളവരൊക്കെയാണ് ഇവൾക്ക് വേണ്ടേ ഓപ്പോസിറ്റ്. ഇത് വലിയ പിസ്ത ചമയാൻ വേണ്ടി ഇവിടെ പോകേണ്ട കാര്യമില്ല. വലിയ പിസ്ത ചമയാൻ നാം വലിയ ആൾ തന്നെ, ഞാൻ ജാൻമണി ദാസാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് പിസ്ത ചമയുന്നതിന് വേണ്ടി പോകേണ്ട കാര്യമില്ല. വലിയൊരു ആജ്ഞയാവാൻ വേണ്ടി അവിടെ പോകണ്ട. ബിഗ് ബോസ് ആണെന്നുള്ള വിചാരം ജാൻമണിക്ക് നല്ല പോലെ ഉണ്ട്. ശ്രീരേഖയ്ക്ക് എന്തൊക്കെ പറഞ്ഞാലും ഇതിലൊരു അപ്രീസിയേഷൻ അംഗീകരിക്കുന്നു. എന്തായാലും പുള്ളിക്കാരെ വേറെ പല കാര്യത്തിലും ഞാൻ ക്രിട്ടിസൈസ് ചെയ്തിട്ടുള്ളതാണ്. ഒരു യൂണിറ്റി ഇല്ല. ഇവർക്കായാലും യമുനയ്ക്കായാലും ഇല്ല. രണ്ടും ഒരേ പകർപ്പാണ്, പക്ഷെ രണ്ടും തമ്മിൽ ചേരൂല. അങ്ങനെയുള്ളൊരു സംഭവമാണ്. പക്ഷെ ഈ ഒരു കാര്യത്തിൽ അവർ കാണിച്ച ആ ഒരു ധൈര്യം, ബാക്കിയുള്ളവർക്കൊക്കെ എനിക്ക് മിക്ക ആളുകൾക്കും പേടി ഇങ്ങനെയാണെന്ന് തോന്നേ. അല്ലാതെ ഇൻഡസ്ട്രിയിൽ വലിയ കിടുതാപ്പായിട്ടൊന്നും അല്ലാതെ ഇൻഡസ്ട്രിയിൽ വലിയ ഇവർ വിചാരിച്ചാൽ എന്താ എല്ലാവരും നശിപ്പിക്കാൻ പറ്റുമോ? അങ്ങനെയൊന്നും ഒരാൾ വിചാരിച്ച് ആരെയും നശിപ്പിക്കാൻ പറ്റില്ല. അവർക്ക് കഴിവുണ്ടെങ്കിൽ അവർ മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. ശ്രീരേഖ ചെയ്തതിന് നല്ല ഹാറ്റ്സ് ഓഫ്. അത് നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൗണ്ടർ പോയിന്റ്സ് ആയിട്ട് അത് പറഞ്ഞു. യമുന എന്തുകൊണ്ട് ഇവരെ കുറ്റം പറയുന്നില്ല? പേടിയാണ്. ജാൻമണി അവിടുത്തെ മിക്ക ആളുകൾക്കും പേടിയാണ്. ഇവരൊക്കെ എന്ത് തേങ്ങ പിന്നെ ബിഗ് ബോസ് കളിക്കാൻ പോയേക്കുന്നത്? ഒരാളെ പേടിക്കാനാണോ? അവരൊരു ട്രാൻസ് വുമൺ ആണെന്ന് കരുതി, അവര് പ്രാഗെന്ന് കരുതി പേടിച്ചിട്ട് മാറി നിൽക്കുകയാണോ? എന്താ പിന്നെ ഒരുമാതിരി ഭ്രാന്തമായ സംഭവങ്ങളൊക്കെ കാണിക്കുന്നേ. അവള് സഫർ ചെയ്യണം. ജഗതര ഒരു മ്യൂസിക് ഇട്ടിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു 2 ദിവസം മുന്നത്തെ വീഡിയോയിൽ. ഇൻട്രോ കുളു പറഞ്ഞിട്ട് ഇങ്ങനെ ആകുമ്പോ ഇന്നസെന്റ് പറയും പോയി പറഞ്ഞ വീഴുന്നത്. ഇതാണ് അവസ്ഥ അവിടെയുള്ള കുറെ പേരുടെ. അയ്യോ പ്രാഗി ഇനി നശിച്ചു പോകും. വയൽക്കാട് വരട്ടെ. വയൽക്കാട് വന്നു കഴിഞ്ഞാൽ ഇതിനുള്ള മറുപടിയൊക്കെ അപ്പം കിട്ടും. ഈ പ്രാക്കിനുള്ള പരിപാടിയൊക്കെ എന്തായാലും കിട്ടും. ഇമ്മാതിരി ചെറ്റത്തരം ഇത് റിപ്പീറ്റഡ്ലി സംഭവിച്ചിട്ടും ഇപ്പോഴെങ്കിലും ശ്രീരേഖയെങ്കിലും ഇത് പറഞ്ഞല്ലോ എന്നാണ്. എനിക്ക് വളരെ വളരെ ഡിസപ്പോയിന്റഡ് ആയിരുന്നു ഞാൻ. ഓരോ ഹൗസ് മേറ്റ്സിന് ഇത് നേരിട്ട് കണ്ട ആൾക്കാർ വേണ്ടിയിട്ടില്ല. ശാപവാക്കുകൾ ചൊരിയുന്നതിനെ പറ്റി കറക്റ്റായിട്ട് ശ്രീരേഖ പറഞ്ഞു. അതുപോലെ രശ്മിനായാലും പറഞ്ഞു. രശ്മിൻ പക്ഷെ പറയാൻ കാരണം എന്താ വെച്ചാൽ നോറയ്ക്കെതിരെ വന്നുകൊണ്ടാണ് രശ്മിൻ പറഞ്ഞത്. ഇല്ലെങ്കിൽ രശ്മിനും വായ പൊത്തിയിട്ടിരിക്കും. ഇതിലെനിക്ക് ഏറ്റവും കോമഡി ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗബ്രിക്ക് എല്ലാം അറിയാമെന്ന് ഗബ്രി സമ്മതിച്ചേ ശ്രീരേഖയോട്. എന്നിട്ട് ഗബ്രി പറയാം വള്ളി പിടിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. ജിൻഡോ എൻ്റെ പിന്നാലെ പോയി ആണി കുത്താനും അവന് പറ്റും. ജാൻമണിക്കെതിരെ സംസാരിക്കാൻ അവന് കിടുതാപ്പ് പറയ്ക്കുവോ? എന്താ സംഭവം? ജാൻമണിക്കെതിരെ എന്തുകൊണ്ട് അവന് സംസാരിക്കാൻ പറ്റില്ല? ജാൻമണിക്കെതിരെ സംസാരിക്കാൻ പേടിയാണ് അവിടെയുള്ള പകുതി പേർക്ക്. ഈ ഒരു വലിയ പ്ലേയേഴ്സ് ആണ്, അതുപോലെ തന്നെ സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആണെന്നൊക്കെ പറഞ്ഞ് ഈ ഒരു വീമ്പ് മുഴക്കുന്ന ആളുകൾ ജാൻമണിയെ പേടിക്കുന്നു. ജാൻമണി എന്ത് തേങ്ങ അരച്ചിട്ടാ ക്യാപ്റ്റൻ ആയപ്പോൾ ഒരുമാതിരി ഷോവനിസം, രാജഭരണം പോലെയായിരുന്നത്. എന്ത് ഇതാണ് എന്ന് മനസ്സിലാവുന്നില്ല. സർവാധികാരികൾ പറയുന്ന പോലെ ഒന്നും ക്യാപ്റ്റൻ ഇരിക്കാൻ പറ്റില്ല. ക്യാപ്റ്റനാണ് വലുതെന്ന്. ആദ്യം മറ്റേ ഒരു പവർ റൂമിലായിരുന്ന സമയത്ത് ക്യാപ്റ്റൻ അല്ല സർവാധികാരികളാണ് വലുതെന്ന് പറഞ്ഞു. അവരെവിടെയാണോ അവര് മെയിനാണ്, അവര് ഹൈ ക്ലാസ് ആണ്. അല്ലാതെ നിങ്ങളെപ്പോലെ റോട്ടിൽ തട്ടിമുട്ടി നടക്കുന്ന ആളല്ല. ജാൻമണി ഡാഷ്. ഞാൻ ബിസിനസ് ക്ലാസ്സിൽ ഫ്ലൈ ചെയ്യാറുള്ള ആളാണ് 2006 തൊട്ട്. വെറുപ്പിക്കലിനൊരു പരിധിയുണ്ട്. വെറുപ്പിക്കലിനൊരു പരിധിയുണ്ട്.
അപ്പൊ എന്താണ് നിങ്ങൾക്ക് ജാൻമണി ദാസിനെ പറ്റിയുള്ള അഭിപ്രായം? നിങ്ങൾ ഇനിയിപ്പോ ഇവരെ പറ്റി വല്ല കമന്റോ അല്ലെങ്കിൽ ഇവരെ പറ്റി എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ ശാപം കിട്ടുന്നുള്ള വല്ല വിശ്വാസം നിങ്ങൾക്കുണ്ടോ? ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നതെന്ന് വെച്ചാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.